ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് USS സോഷ്യൽ സയൻസ് ക്വിസാണ്. അപ്പോൾ എല്ലാ കുട്ടികളും USS എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോഴേ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ അവസാനം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ USSുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്കപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒരു ചോദ്യം നമുക്ക് മിസ് ചെയ്യാനില്ല, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഹഗിയ സോഫിയ ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഹഗിയ സോഫിയ ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉത്തരം തുർക്കിയാണ്. തുർക്കിയിലാണ് ഹഗിയ സോഫിയ ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഹഗിയ സോഫിയ പണി കഴിപ്പിച്ച വർഷം ഏതാണ്? ഹഗിയ സോഫിയ ചരിത്ര മ്യൂസിയം പണി കഴിപ്പിച്ച വർഷം ഏതാണ്? ഉത്തരം AD 6-ാം നൂറ്റാണ്ട്. AD 6-ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ എന്ന ചരിത്ര മ്യൂസിയം പണി കഴിപ്പിച്ചത്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് എന്താണ്? ഏതാണ് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത്? ഉത്തരം കോൺസ്റ്റാന്റിനോപ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിളാണ് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര്. ഉത്തരം ഇതാണ്, ഇസ്താംബുൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബുൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നത് ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിളാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം ഏതാണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം. ഉത്തരം ഇതാണ്, 1453. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം ഏതാണ്? 1453-ലാണ്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്താണ്? നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്തായിരുന്നു? ഉത്തരം തുർക്കികളുടെ ആക്രമണമാണ്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം തുർക്കികളുടെ ആക്രമണമാണ്. പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യം ഏതാണ്? പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യം. ഉത്തരം ഇറ്റലിയാണ്. ഇറ്റലിയാണ് പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യം. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ഏതാണ്? യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിനും ഗ്രീക്കുമാണ്. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിനും ഗ്രീക്കുമാണ്. 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ ഗ്രീക്ക് ഭാഷകൾക്ക് പകരം കൃതികൾ രചിക്കപ്പെട്ട പ്രാദേശിക ഭാഷകൾ ഏതാണ്? 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ ഗ്രീക്ക് ഭാഷകൾക്ക് പകരം കൃതികൾ രചിക്കപ്പെട്ട പ്രാദേശിക ഭാഷകളാണ് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്. ഏതൊക്കെയാണ്? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട്. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് മാനവികത. എന്താണ്? മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് മാനവികത എന്നറിയപ്പെടുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലുണ്ടായ പുത്തനുണർവ് എന്താണ് അറിയപ്പെടുന്നത്? മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലുണ്ടായ പുത്തനുണർവാണ് നവോത്ഥാനം എന്നറിയപ്പെടുന്നത്. എന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലുണ്ടായ പുത്തനുണർവാണ് നവോത്ഥാനം എന്നറിയപ്പെടുന്നത്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ഇറ്റലിയിലാണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഇറ്റലി. നവോത്ഥാനത്തിൻ്റെ പിതാവ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്കാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക്. പെട്രാർക്കിൻ്റെ പ്രശസ്തമായ കൃതി. പെട്രാർക്കിൻ്റെ പ്രശസ്തമായ കൃതി ഏതാണ്?
ഉത്തരം ഇതാണ്, സീക്രട്ടം. പെട്രാർക്കിൻ്റെ പ്രശസ്തമായ കൃതിയാണ് സീക്രട്ടം. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഏതാണ്? നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ചിത്രകലയാണ്. നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഏതാണ്? ചിത്രകല. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ ചിത്രകാരൻ ആരാണ്? നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ ചിത്രകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെ പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഡാവിഞ്ചിയുടെ പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മൊണാലിസ, അവസാനത്തെ അത്താഴം. ഇവ രണ്ടുമാണ് ഡാവിഞ്ചിയുടെ പ്രശസ്ത ചിത്രങ്ങൾ. മൊണാലിസ, അവസാനത്തെ അത്താഴം. ഡാവിഞ്ചി മൊണാലിസ എന്ന ചിത്രം വരച്ച കാലഘട്ടം. ഡാവിഞ്ചി മൊണാലിസ എന്ന ചിത്രം വരച്ച കാലഘട്ടമാണ് AD 1503 1505 ഇടയിൽ. AD 1503 1505 ഇടയിലാണ് ഡാവിഞ്ചി മൊണാലിസ എന്ന ചിത്രം വരച്ചത്. മൊണാലിസ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ്? മൊണാലിസ സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ്. പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.